Hi students, in our previous class you learned heating effect of current. What is heating effect of current? When current flows through a conductor, it will produce heat. This phenomenon is called heating effect of current. Heating effect of current നമ്മൾ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്തിരുന്നല്ലോ. അതെന്താ ഓർമ്മയുണ്ടോ? Production of heat due to the flow of current through a conductor is called heating effect of current. Today we shall discuss practical applications of heating effect of current. നമ്മൾ നേരത്തെ പറഞ്ഞു, when current flows through a conductor, it will produce heat. ഈ ഫിനോമിന യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഡിവൈസസ് നമ്മുടെ വീട്ടിലുണ്ട്. കുറെ ഡിവൈസസ് ഉണ്ട്. ഒന്ന് ഓർത്ത് നോക്കാൻ ഏതൊക്കെയാണ്? ഇലക്ട്രിക് അയൺ, ഇലക്ട്രിക് ഹീറ്റർ, ടോസ്റ്റർ, ഓവൻ, ഇങ്ങനെ കുറെ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊക്കെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അതിലൊക്കെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറന്റ്. ദീസ് ഡിവൈസസ് such as electric heater, electric iron, toaster, etc. work on the principle of heating effect of current. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറന്റ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ഒന്ന്, ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ്. അതാണ് നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് അയൺ, ഹീറ്റർ, ടോസ്റ്റർ തുടങ്ങിയതൊക്കെ പറഞ്ഞത്. അതേപോലെ ഇലക്ട്രിക് ബൾബ്സ്, ഫ്യൂസസ്, ഇങ്ങനെ കുറെ ഉപകരണങ്ങളുണ്ട്. അപ്പോൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറന്റ് അല്ലെങ്കിൽ ജൂൾസ് ഹീറ്റിംഗ് യൂട്ടിലൈസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഡിവൈസസ് ആണ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ്, ഇലക്ട്രിക് ബൾബ്സ്, ഫ്യൂസസ് തുടങ്ങിയതൊക്കെ. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ് ആണ്. എന്താണ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ് എന്നുള്ളത് ഈ പേര് തന്നെ കിട്ടും. ഹീറ്റിംഗ് ഡിവൈസസ്, ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ്. ഈ ഡിവൈസസിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. In these devices, most of the electrical energy is converted into heat energy. അപ്പൊ ഈ ഡിവൈസില് ഇലക്ട്രിക്കൽ എനർജിയുടെ ഭൂരിഭാഗവും ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഡിവൈസില് ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയായി മാറ്റുന്ന ഒരു പ്രധാന ഭാഗം ഉണ്ടാവുമല്ലോ. ആ ഭാഗം അറിയപ്പെടുന്നത് ഹീറ്റിംഗ് കോയിൽ എന്ന പേരിലാണ്. Main part of the heating devices is heating coil. Heating coil എന്ന പേരിലാണ്. ഹീറ്റിംഗ് കോയിൽ ഹീറ്റിംഗ് എലിമെന്റ് എന്നും അത് അറിയപ്പെടും. ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റ് എലിമെന്റ്. Main part of electric heating devices is heating coil or heating element. This heating coil or heating element converts most of the electric energy into heat energy. ഇപ്പൊ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസിലെ ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന പ്രധാന ഭാഗം, മെയിൻ പാർട്ട് ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റ് എലിമെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റ് എലിമെന്റ് ഏത് തരം പദാർത്ഥം കൊണ്ട്, ഏത് തരം സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കേണ്ടത്? ആ സബ്സ്റ്റൻസിന് എന്തൊക്കെ പ്രത്യേകതകൾ വേണം എന്ന് ആലോചിച്ച് നോക്കാം. ഹീറ്റിംഗ് കോയിലാണ് ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഹീറ്റ് കോയിൽ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് പെട്ടെന്ന് മെൽറ്റ് ചെയ്യാത്തതാവണ്ടേ. സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് കോയിൽ മസ്റ്റ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. മാത്രമല്ല, കറണ്ട് കടന്നു പോകുമ്പോൾ എ ലോട്ട് ഓഫ് ഹീറ്റ് എനർജി മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആ സബ്സ്റ്റൻസ് മസ്റ്റ് ഹാവ് ഹൈ റെസിസ്റ്റൻസ്. അപ്പൊ ഹീറ്റിംഗ് കോയിൽ ഓർ ഹീറ്റ് എലിമെന്റ് മസ്റ്റ് ഹാവ് ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റ് എലിമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഒരു അലോയിയാണ്, അതായത് നിക്രോം ആണ് ഉപയോഗിക്കുന്നത്. ഹീറ്റിംഗ് കോയിൽ is made from an alloy called nichrome. Nichrome has high resistance and high melting point. Moreover, nichrome does not easily oxidize even at high temperature. അപ്പോൾ ഈ കാരണം കൊണ്ട് ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റ് എലിമെന്റ് ഉണ്ടാക്കാൻ നിക്രോം ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഹീറ്റിംഗ്, മെയിൻ പാർട്ട് ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ് ഈസ് ഹീറ്റിംഗ് കോയിൽ ഓർ ഹീറ്റിംഗ് എലിമെന്റ് മെയ്ഡ് ഫ്രം an alloy called nichrome. ഈ നിക്രോം ഉപയോഗിക്കാനുള്ള കാരണം എന്താ പറഞ്ഞേ? നിക്രോം ആണ് ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞു. എന്താ കാരണം? നിക്രോം ഹാസ് ഹൈ റെസിസ്റ്റൻസ് ആൻഡ് നിക്രോം ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. Moreover, nichrome does not oxidize easily even at high temperature. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ചോദ്യം വരും. ഇപ്പൊ നമ്മുടെ ഇലക്ട്രിക് അയൺ ഹീറ്റർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ ഇലക്ട്രിക് ആയാൽ കൂടിയും ഹീറ്റിൽ കൂടിയും കറണ്ട് കടന്നു പോകുമ്പോൾ ആ ഹീറ്റിംഗ് എലിമെന്റ് അല്ലെങ്കിൽ ആ ഫിലമെന്റ് ഗ്ലോ ചെയ്യുന്നത് കാണാം. അതേസമയം കറണ്ട് കടന്നു വരുന്ന കോഡ് ഗ്ലോ ചെയ്യുന്നില്ല. എന്താണ് റീസൺ എന്നുള്ളതാണ്. കോഡ് ഓഫ് ആൻ ഇലക്ട്രിക് അയൺ ഓർ ഇലക്ട്രിക് ഹീറ്റർ ഡസ് നോട്ട് ഗ്ലോ while heating element or heating coil glow. What is the reason for this? റീസൺ വളരെ സിമ്പിൾ ആണ്. കാരണം കോഡ് നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ കൊണ്ടാണ്. അതേസമയം കോയിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചുള്ളത് നേരത്തെ പറഞ്ഞു നിക്രോം കൊണ്ടാണ്. കോഡ് ഈസ് മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് ഹീറ്റിംഗ് കോയിൽ ഈസ് മെയ്ഡ് ഓഫ് നിക്രോം. നിക്രോം has high resistance but copper has less resistance. Another important practical application of heating effect of current is electric bulb. Electric bulbs also work on the effect of current. Electric bulbs are used for providing lights by heating their filament. When current flows through a thin wire of filament, it becomes white hot and emits light. When current flows through a thin wire of filament, it becomes white hot and emits light. അപ്പോൾ ഇവിടെ ഫിലമെന്റ് ആയിട്ട് എന്താണ് ഉപയോഗിക്കുന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ ഈ ഇലക്ട്രിക് ബൾബിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് കാർബൺ ആയിരുന്നു. കാർബൺ ആണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. മാത്രമല്ല കുറച്ച് നാള് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബൾബിന്റെ ഇൻസൈഡിൽ ഉൾവശത്ത് ഒരു കാർബൺ ലെയറിന്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. മോറോവർ ലൈഫ് ഓഫ് കാർബൺ ഫിലമെന്റ് ഈസ് ഷോർട്ട്. അപ്പൊ കാർബൺ ഫിലമെന്റ് ഉപയോഗിക്കുമ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ബൾബുകളിലൊക്കെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഒരു ഇലക്ട്രിക് ബൾബിലെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? കാരണം ഫിലമെന്റ് ചുട്ടുപഴുത്തിട്ടാണ് അവിടെ ലൈറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ചുട്ടുപഴുത്തല്ലെങ്കിൽ ഹോട്ടായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നാമത് ഇത്ര ഹീറ്റ് ആകുമ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ പാടില്ല. ഹൈ മെൽറ്റിംഗ് പോയിന്റ് വേണം. മാത്രമല്ല ഇങ്ങനെ ഹീറ്റ് ആവണമെങ്കിൽ കറണ്ട് കടന്നു പോകുമ്പോൾ അല്ലാതെ ഹീറ്റ് ആവണമെങ്കിൽ ഇത് വേണം. ഇറ്റ് ഷുഡ് ഹാവ് ഹൈ റെസിസ്റ്റൻസ്. അപ്പൊ ഈ ക്വാളിറ്റീസ് ഒക്കെ ടങ്സ്റ്റൺ ഉണ്ട്. അതായത് ടങ്സ്റ്റൺ ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അതായത് ഏകദേശം ഇത്രയും സെൽഷ്യസ് ആണ് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ്. 3380 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ്. ടങ്സ്റ്റൺ ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ടങ്സ്റ്റൺ ഹാസ് ഹൈ റെസിസ്റ്റൻസ്. മാത്രമല്ല ടങ്സ്റ്റന് has the ability to retain heat generated. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ റിറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയും ടങ്സ്റ്റൺ ഉണ്ട്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ അവിടെ നിലനിർത്തിയാൽ മാത്രമാണ് ചുട്ടുപഴുത്തിട്ട് പ്രകാശനം കുഴപ്പിക്കുള്ളൂ. അപ്പൊ ടങ്സ്റ്റൺ ആ ഗുണമുണ്ട്. ടങ്സ്റ്റൺ has the ability to retain heat generated. ടങ്സ്റ്റൺ has ductility. അതായത് വളരെ നേർത്ത കമ്പിയാക്കി എടുക്കാൻ പറ്റും. കാരണം വളരെ നേരത്തെ കമ്പി ആവുമ്പോഴാണ് റെസിസ്റ്റൻസ് കൂടുള്ളൂ. ഈ പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കണ്ടക്ടറിന്റെ വണ്ണം കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. വണ്ണം കൂടുമ്പോൾ തിക്നെസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അതിന്റെ തിക്നെസ് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞാലാണ് കൂടുതൽ ഹീറ്റ് കറണ്ട് കടന്നു പോകുമ്പോൾ കൂടുതൽ ഹീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ വളരെ നേർത്ത കമ്പി ആക്കിയെടുക്കാൻ ടങ്സ്റ്റനെ പറ്റും. ടങ്സ്റ്റൺ ഹാസ് ഡക്റ്റിലിറ്റി. അപ്പൊ ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് ആയി ടങ്സ്റ്റൺ ഉപയോഗപ്പെടുത്താനുള്ള കാരണങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ടങ്സ്റ്റൺ ഹാസ് ദ എബിലിറ്റി ടു റിറ്റൈൻ ഹീറ്റ് ജനറേറ്റഡ്. സെക്കൻഡ് വൺ, ടങ്സ്റ്റൺ ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. Its melting point is around 3380 degrees Celsius. Third one, tungsten has high resistance. And fourth one, tungsten has ductility. അപ്പോൾ ഇലക്ട്രിക് ബൾബിലുള്ള ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് തെർമലി ഐസൊലേറ്റഡ് ആയിരിക്കും. ഫിലമെന്റ് ഓഫ് ഇലക്ട്രിക് ബൾബ് ഈസ് തെർമലി ഐസൊലേറ്റഡ്. എന്തിനാണ് തെർമലി ഐസൊലേറ്റ് ചെയ്യുന്നത്? ടു പ്രിവെന്റ് ഡാമേജസ് ടു അതർ പാർട്സ് ഓഫ് ദി ബൾബ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ. കാരണം ഇവിടെ ഹൈ ടെമ്പറേച്ചറിലാണല്ലോ ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് ചുട്ടുപഴുത്തിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുമ്പോൾ ബൾബിലുള്ള മറ്റ് കമ്പോണൻസ് ഉണ്ടല്ലോ, അതിനൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് thermally isolated ആയിരിക്കും. In electric bulb, tungsten filament is thermally isolated to prevent damages to other parts of the electric bulb due to high temperature. ഇതിന് പുറമെ ഇലക്ട്രിക് ബൾബിൽ
ഇനാക്റ്റീവ് ഗ്യാസസ് ആയ നൈട്രജൻ, ആർഗൺ തുടങ്ങിയതൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ടാവും. ഇലക്ട്രിക് ബൾബ് ഈസ് ഫിൽഡ് വിത്ത് ഇൻആക്റ്റീവ് ഗ്യാസസ് ലൈക്ക് argon and nitrogen to prolong the life of filament. Now filament lamps are replaced by tube light, CFL, LED bulbs, etc. Why? ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഇലക്ട്രിക് ബൾബ്സ് ഉപയോഗിക്കുന്നുണ്ടാ. ഇപ്പൊ ട്യൂബും LED ബൾബുകളും CFL ഒക്കെ ഉപയോഗിക്കുന്നത് എന്താ കാരണം? ഇലക്ട്രിക് ബൾബില് ഭൂരിഭാഗവും ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടാൻ ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഭാഗം, ഇലക്ട്രിക് എനർജിയുടെ ചെറിയൊരു ഭാഗം മാത്രമായിട്ട് മാറുന്നുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക് ബൾബ്സ് ആർ നോട്ട് efficient because most of the electric energy is converted into heat energy. Only a small part is converted into light. ഈ കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ഇലക്ട്രിക് ബൾബ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ LED ബൾബുകളും അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ. Another important practical application of Joule's heating is fuse. Fuse is another important application of Joule's heating. You know about fuse. വീട്ടില് ഫ്യൂസ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. Fuse is used in electric circuits. എന്തിനാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. Fuse is used to prevent excessive flow of current through a circuit. സർക്യൂട്ടിൽ കൂടി എക്സസ് കറന്റ് എങ്ങനെ ഉണ്ടാവുക? ഷോർട്ട് സർക്യൂട്ട് മുഖേനയോ അല്ലെങ്കിൽ ഓവർലോഡിംഗ് മുഖേനോ ഒക്കെ എക്സസ് കറന്റ് ഉണ്ടാവും. ഫ്യൂസ് പ്രൊട്ടക്ട്സ് ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് ഇലക്ട്രിക് ഡിവൈസസ് ഫ്രം ദ ഡാമേജസ് ഡ്യൂ ടു ദി ഓവർലോഡിംഗ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. How does a fuse protects electric device and electric circuit from the damages? When excessive current flows through the circuit, fuse gets heated and melts and breaks the circuit. This stops the current in the circuit and prevents electric circuit and electric devices from the damages. When current flows through the circuit exceeds the safe limit, when current flows through the circuit exceeds the safe limit, then fuse gets heated and melts and breaks the circuit. This stops the electric current and it prevents electric circuit and the devices from the damages. സർക്യൂട്ടിൽ കൂടി എക്സസ് കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്യൂസ് ഹോട്ടാവും, തുറന്ന് മെൽറ്റ് ചെയ്യും, സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. അങ്ങനെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറന്റിന്റെ ഫ്ലോ സ്റ്റോപ്പായി. കറന്റിന്റെ ഫ്ലോ സ്റ്റോപ്പായി കഴിഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ടും ഇലക്ട്രിക് ഡിവൈസസും ഡാമേജസ് പ്രൊട്ടക്ട് ആവുന്നു. അപ്പൊ സർക്യൂട്ടിൽ കൂടി എക്സസ് കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്യൂസ് വയർ ഹോട്ടായിട്ട് മെൽറ്റ് ചെയ്യണമെങ്കിൽ ആ ഫ്യൂസ് വയറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എപ്പോഴും ലോ ആയിരിക്കണം. മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ എക്സസ് കറന്റ് ഫ്ലോ ചെയ്താലും ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യില്ല, അങ്ങനെ സർക്യൂട്ട് ബ്രേക്കും ആവില്ല. അപ്പൊ അതോടെ ഇലക്ട്രിക് ഡിവൈസ് ഇലക്ട്രിക് സർക്യൂട്ട് ഒക്കെ ഡാമേജ് ആയി പോവുകയും ചെയ്യും. ഫ്യൂസ് ആസ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ആക്ച്വലി fuse is a thin wire made from alloy of copper, tin or lead. നമ്മുടെ വീടുകളിൽ വിവിധ തരത്തിലുള്ള ഫ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം ഫ്യൂസ് വയർ പോർസലൈൻ കൊണ്ടുള്ള കാട്രിഡ്ജിൽ അല്ലെങ്കിൽ സെയിം പോർസലൈൻ പോലത്തെ മറ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള കാട്രിഡ്ജിലാണ് ഫ്യൂസ് വയർ ഘടിപ്പിക്കുക. ഫ്യൂസ് വയർ ഈസ് എൻഗേജ്ഡ് ഇൻ പോർസലൈൻ കാട്രിഡ്ജ് or similar material. ഇനി സർക്യൂട്ടില് ഫ്യൂസ് ഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് അറിയാലോ, സീരീസ് കണക്ഷൻ ഉണ്ട്, പാരലൽ കണക്ഷൻ ഉണ്ട്. ഫ്യൂസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഡിവൈസ്. മാത്രമല്ല വീട്ടിലേക്ക് വരുന്ന ഇലക്ട്രിക് ലൈനില് ഫേസ് ലൈൻ അല്ലെങ്കിൽ ഡൈ ലൈൻ ഉണ്ട്, ന്യൂട്രൽ ലൈൻ ഉണ്ട്. ഇതിൽ ഏതുമായിട്ടാണ് ഫ്യൂസ് ഘടിപ്പിക്കുക? Fuse is connected to live wire or phase line. Fuse live wire കണക്ട് ചെയ്യുന്നതിന് പകരം ന്യൂട്രലാണ് കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫ്യൂസ് ചെയ്യുന്ന കാര്യം എന്താണ്? സർക്യൂട്ടിൽ കൂടി എക്സസ് കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്യൂസ് വയർ ഹോട്ട് ആവും, അങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുക ചെയ്യാം.
ഫ്യൂസ് ന്യൂട്രലാണ് കണക്ട് ചെയ്തിരിക്കണമെങ്കിൽ എസ് എസ് കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്യൂസ് മെൽറ്റ് ചെയ്യും. ബട്ട് ഇലക്ട്രിക് ഡിവൈസ് ഈസ് സ്റ്റിൽ കണക്റ്റഡ് ടു ഫേസ് ലൈൻ. അപ്പോൾ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്താലും ഇലക്ട്രിക് ഡിവൈസ് ഫേസ് ലൈനിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഇഫ് anyone touches the electric device, his body provides a passage to flow current to earth. അപ്പോൾ ആരെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇലക്ട്രിക് ഡിവൈസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ ഒരു പാത്ത് കിട്ടുക ചെയ്യുന്നത്. അവന്റെ ബോഡിയിൽ കൂടി കറണ്ട് എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. അങ്ങനെ he will get severe shock. ഇനി ഫ്യൂസ് ഫേസ് ലൈൻ ആണ് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ എക്സസ് കറണ്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഫ്യൂസ് മെൽറ്റ് ചെയ്യും. then device has no longer connected to phase line. അപ്പോൾ ഫ്യൂസ് ഫേസ് ലൈനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്ക് ആവുമല്ലോ. അപ്പോൾ പിന്നെ ഡിവൈസസും അവൾ തന്നെ ഫേസ് ലൈൻ തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതാവുന്നു, വിച്ഛേദിക്കുന്നു, ബ്രേക്ക് ആവുന്നു. അപ്പോൾ അത്തരം കേസിൽ ഡിവൈസ് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് ഒന്നും ഏൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫ്യൂസ് മസ്റ്റ് ബി കണക്റ്റഡ് ടു ഫേസ് ലൈൻ. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ് 1 ആംപിയർ, 2 ആംപിയർ, 3 ആംപിയർ, 5 ആംപിയർ, 10 ആംപിയർ ഇങ്ങനെ ഈ രീതിയിൽ റേറ്റിംഗ് ഉള്ള, ഈ രീതിയിൽ ആംപിയറേജ് ഉള്ള ഫ്യൂസ് വയർ ആണ് നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിന് ഉപയോഗിക്കുക. ഫ്യൂസ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് ആർ റേറ്റഡ് ആസ് 1 ആംപിയർ, 2 ആംപിയർ, 3 ആംപിയർ, 5 ആംപിയർ, 10 ആംപിയർ എക്സെട്ര. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, എന്താണ് റേറ്റിംഗ്? നമ്മളെ വീടുകളിൽ എക്സസ് കറന്റ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട്ടിലെ ഇലക്ട്രിക് സർക്യൂട്ടിനെയും അതുപോലെ തന്നെ ഇലക്ട്രിക് ഡിവൈസുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏത് റേറ്റിംഗിലുള്ള ഫ്യൂസ് ആണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കേണ്ടത്? അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അതുപോലെ തന്നെ എന്താണ് ഈ റേറ്റിംഗ്? ഒരു ഫ്യൂസിൽ കൂടി മെൽറ്റ് ചെയ്യാതെ ഫ്ലോ ചെയ്യാൻ പറ്റിയ മാക്സിമം കറന്റിനെ പറഞ്ഞ പേരാണ് റേറ്റിംഗ്. മാക്സിമം കറന്റ് which can flow through a fuse without melting is called rating. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസിന്റെ റേറ്റിംഗ് എത്ര നമ്മളെങ്ങനെ കണ്ടെത്തും? വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രിക് ഡിവൈസസിൽ കൂടിയും ഫ്ലോ ചെയ്യേണ്ട കറന്റിന്റെ അളവ് ആദ്യം കാണാം. അങ്ങനെ നമുക്ക് കിട്ടിയ കറന്റിന്റെ അളവ് 4 ആംപിയർ ആണ് ഇരിക്കുക. 4.5 ആംപിയർ ആണ് കണക്കാക്കുക. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ വീട്ടുപകരണങ്ങളും എല്ലാ ഇലക്ട്രിക് ഡിവൈസസും കണക്കാക്കണം. ഒരേ സമയം ആ എല്ലാ ഡിവൈസസ് കൂടി കൊള്ളുന്ന ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ അളവ് 4.5 ആംപിയർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംപിയറേജ് അല്ലെങ്കിൽ റേറ്റിംഗ് എത്ര ആയിരിക്കണം? 4 കിട്ടുമോ? നമ്മുടെ വീട്ടിലെ എല്ലാ ഡിവൈസസും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടി 4.5 ആംപിയർ കറന്റ് ഫ്ലോ ചെയ്യും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് 4 ആംപിയറിന്റെ ഫ്യൂസ് ആണെങ്കിൽ ആ ഫ്യൂസ് മെൽറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ വീട്ടിലെല്ലാ ഡിവൈസസും ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റാതെ വരാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസിന്റെ ആംപിയറേജ് തൊട്ടടുത്ത സ്റ്റേജിലുള്ളതായിരിക്കണം. അതായത് 5 ആംപിയർ ഫ്യൂസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 5 ആംപിയർ റേറ്റിംഗ് ഉള്ള ഫ്യൂസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മുടെ വീട്ടിലോ ഇനിയിപ്പോ ഏതെങ്കിലും ഷോപ്പിൽ എവിടെയാവട്ടെ അവിടെ ഉപയോഗിക്കുന്ന ഫ്യൂസിന്റെ ആംപിയറേജ് കണക്കാക്കുന്നത് അവിടെ എല്ലാ ഡിവൈസസും ഒരേ സമയം ഉപയോഗിക്കുമ്പോൾ ആ എല്ലാ ഡിവൈസിൽ കൂടി ഒഴുകുന്ന ഫ്ലോ ചെയ്യുന്ന കറന്റ് അളവ് ആദ്യം കാണാം. അത് എത്ര ആംപിയർ ആണോ കണക്കാക്കി കഴിഞ്ഞാൽ അതിന്റെ ജസ്റ്റ് മുകളിലുള്ള റേറ്റിംഗ് ഉള്ള ഫ്യൂസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 4.5 ആണെങ്കിൽ അല്ലെങ്കിൽ 4.7 8 ആണെങ്കിൽ 4 അല്ല ഉപയോഗിക്കേണ്ടത്, 5 ഉപയോഗിക്കുക. 5.3 ആണെങ്കിൽ ഫ്ലോ ചെയ്യുന്ന കറന്റ് അളവ് 5.3 ആണെങ്കിൽ 5 അല്ല ഉപയോഗിക്കുക. തൊട്ടടുത്ത സ്റ്റേജിലുള്ള 6 ആംപിയറിലുള്ള ഫ്യൂസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറന്റ്. ഏതൊക്കെ ആപ്ലിക്കേഷൻസ്? ഒന്ന്, ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ് സച്ച് ആസ് ഇലക്ട്രിക് അയൺ, ഹീറ്റർ, ടോസ്റ്റർ, ഓവൻ എക്സെട്ര. സെക്കൻഡ്, ഇലക്ട്രിക് ബൾബ്സ്. തേർഡ്, ഫ്യൂസസ്. ഇതേപോലെ വേറെ കുറെ ഡിവൈസസ് ഉണ്ട്. നമുക്ക് പഠിക്കാൻ 3 ഉള്ളൂ. ഇനി ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസിൽ എന്താ മനസ്സിലാക്കിയത്? ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസിലെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? In electric devices, electric energy is converted to heat energy. Main part of electric heating devices is heating coil or heating element, which is made from an alloy called nichrome. Nichrome has
high melting point, high resistance. Moreover, it does not oxidize easily, even at high temperature. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു ഇലക്ട്രിക് ആയൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്ററിന്റെ കോഡ് ഗ്ലോ ചെയ്യില്ല, അതേസമയം അതിന്റെ ഫിലമെന്റ് അല്ലെങ്കിൽ ഹീറ്റിംഗ് എലിമെന്റ് ഗ്ലോ ചെയ്യുന്നുള്ളത്. അതിന് കാരണം പറഞ്ഞു, കോഡ് ഓഫ് ഹീറ്റർ ഓർ കോഡ് ഓഫ് ഇലക്ട്രിക് അയൺ ഈസ് മെയ്ഡ് ഓഫ് കോപ്പർ, ബട്ട് heating coil is made of nichrome. Nichrome has high resistance, whereas copper has less resistance. അപ്പോൾ റെസിസ്റ്റൻസ് നിക്രോമിന് കൂടുതലാണ്, കോപ്പർ കുറവാണ്. അപ്പോൾ നിക്രോം റെസിസ്റ്റൻസ് കൂടിയോണ്ട് കറണ്ട് ഫ്ലോ അനുസരിച്ചിട്ട് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതേസമയം കോപ്പർ റെസിസ്റ്റൻസ് സ്മോൾ ആയതുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല, ഇക്കൂടെ കറണ്ട് ധാരാളം കടന്നു പോവുക ചെയ്യും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ജൂൾസ് ഹീറ്റിന്റെ രണ്ടാമത്തെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ബൾബ്സ് ആണ്. ഇലക്ട്രിക് ബൾബ്സിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ ഉപയോഗിക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, ഇറ്റ് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ടങ്സ്റ്റൺ ഹാസ് ഹൈ റെസിസ്റ്റൻസ്, ടങ്സ്റ്റൺ ഹാസ് ദ എബിലിറ്റി ടു റിട്ടൈൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. പിന്നെ വേറെ കാര്യം പറഞ്ഞത്, ഇലക്ട്രിക് ബൾബില് ഇനാക്റ്റീവ് ഗ്യാസസ് ആയ ആർഗൺ, നൈട്രജൻ തുടങ്ങിയൊക്കെ നിറച്ചിരിക്കുന്നു പറഞ്ഞു. ഇലക്ട്രിക് ബൾബ് ഈസ് ഫിൽഡ് വിത്ത് inactive gases like argon and nitrogen. എന്തിനാണ്? To prolong life of filament. You also understand that in electric bulbs, most of the electric energy is lost as heat energy. Only a small part of electric energy is converted into light. Therefore, electric bulbs are not efficient. Now, electric bulbs are replaced by tube light, LED bulbs, etc. Third important practical application of heating effect of current is fuse. Fuse prevents excessive flow of current through a circuit. It protects electric circuit and electric devices from the damages due to overloading and short circuiting. How does a fuse help to protect electric circuits and electric devices from these damages? When excess current flows through the circuit, the fuse gets heated and melts and breaks the circuit. This stops the current through the circuit. In this way, our electric circuit and our electric devices are protected from the damages. Fuse പറ്റി പിന്നെ വേറെ കാര്യങ്ങൾ മനസ്സിലാക്കി. Fuse is a thin wire made from alloy of copper, tin, lead, etc. Fuse has low melting point. Fuse is engaged in cartridge of porcelain or similar material. Fuse is connected in series with the device, and fuse is connected to live wire. For domestic purpose, we use fuses rated as 1 ampere, 2 ampere, 3 ampere, 5 ampere, 10 ampere, etc. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.